ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ രണ്ടാമത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു അൺബോക്സിങ് വീഡിയോ ആയിരിക്കും, ഒരു ലാപ്ടോപ്പിൻ്റെ അൺബോക്സിങ് ആയിരിക്കും. അപ്പോൾ അത് ഏത് ലാപ്ടോപ്പാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ തംബ്നെയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവണം. അതെ, ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോയിൽ പലരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ഇച്ചിരി നീളം കൂടുതലാണ്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞങ്ങൾ അത് ചെറുതാക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇതൊരു ലാപ്ടോപ്പിൻ്റെ അൺബോക്സിങ് ആയതുകൊണ്ട് പലർക്കും ചിലപ്പം ഈ കോണ്ടൻറ്റ് യൂസ്ഫുൾ ആയിരിക്കില്ല. പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഫുള്ള് കാണുക, ഇല്ലാത്തവർക്ക് ലാസ്റ്റ് വരെ ഓടിച്ചു വിടാം. അപ്പം വേറെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാതെ വീഡിയോയുടെ അൺബോക്സിങ്ങിലേക്ക്. ഇതാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ലാപ്ടോപ്പ്. ഇത് Asusന്റെ ROG Zephyrus G 502 ലാപ്ടോപ്പാണ്. ഇത് ആക്ച്വലി ഇന്ന് എത്തിയതേ ഉള്ളൂ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു ഓർഡർ ചെയ്തത്. ഞാൻ ഫ്രൈഡേ ഓർഡർ ചെയ്ത്, ഇന്നിപ്പം ട്യൂസ്ഡേ ആണ്. 3 ദിവസത്തിനുള്ളിൽ എത്തി. ഇതിൻ്റെ ആക്ച്വലി ബോക്സ് നോക്കുകയാണെങ്കിൽ ഇച്ചിരി ഒരു പഴക്കമുള്ള പോലെ തോന്നും. എനിക്കൊരു പേടിയുണ്ട്, ഇത് മറ്റേ ലാസ്റ്റ് സ്റ്റോക്ക് ആണെന്ന് തോന്നുന്നു. കാരണം ഇത് ഓർഡർ ചെയ്ത സമയത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു ഈ പ്രോഡക്റ്റ്. പിന്നെ പെട്ടെന്ന് ഞാൻ 2 ദിവസം ഇങ്ങനെ റിഫ്രഷ് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ദിസ് ഇസ് ബാക്ക് ഇൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വന്നു. അന്നേരം തന്നെ പോയി ഓർഡർ ചെയ്തതാണ്. അത് എനിക്കൊരു പക്ഷേ ഇതിൻ്റെ ഇത് കണ്ടിട്ട് ഇച്ചിരി പേടിയുണ്ട്, ഇതിനിപ്പം യൂസ്ഡ് പ്രോഡക്റ്റ് വല്ലതും ആണെന്ന്. എന്തായാലും ഇതിന് ഇവിടെ ഒരു സീലുണ്ട്. ആ സീല് എന്തായാലും തുറന്നു നോക്കാം. ഇതുവരെ തുറന്നിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ GA 502D മോഡലാണിത്. ഇതിൻ്റെ ആക്ച്വലി പ്രൈസ് എന്ന് പറയുന്നത് 1,00,000 മേളിലങ്ങാണ്ടാണ്. പക്ഷെങ്കിൽ എനിക്കിത് 82,000 കിട്ടിയത്. ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. ഇത് എടുക്കാൻ റീസൺ, എനിക്ക് വീഡിയോ എഡിറ്റിംഗിനാണ് ലാപ്ടോപ്പ് വേണ്ടിയിരുന്നത്. പക്ഷേങ്കിൽ ഞാൻ ബാക്കിയുള്ള ലാപ്ടോപ്സിൻ്റെ സ്പെക്സും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്തപ്പം ഇത് കുഴപ്പമില്ലാത്ത ഇതാണെന്ന് തോന്നി. ഞാൻ അതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരാം. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതെല്ലാം കൊണ്ടും നല്ലൊരു ലാപ്ടോപ്പ് ആണെന്ന് തോന്നുന്നു, റിവ്യൂസ് ഒക്കെ വായിച്ചിട്ട്. പക്ഷെ എന്തായാലും നമുക്കിനി അൺബോക്സ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഇത് കണ്ടിട്ട് ഇതിൻ്റെ മേളിൽ എന്തൊക്കെയോ പൊടിയുള്ള പോലെ ഒക്കെ തോന്നുന്നു. എന്തായാലും അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് ഇച്ചിരി പഴയതായതുകൊണ്ട്. പക്ഷേ ഈ കവറൊന്നും പൊട്ടിച്ചിട്ടില്ല. ഈ ലാപ്ടോപ്പ് നോക്കുന്നതിന് മുന്നേ ഈ ബോക്സ് ഒന്ന് കാണിക്കാം. ഇത് ആക്ച്വലി ഞാൻ റിവ്യൂസിലൊക്കെ കുറേ കണ്ടിട്ടുള്ള ബോക്സാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ റിവ്യൂസിലും കണ്ടിട്ടുള്ള ബോക്സ്. ഇന്നത്താണ് ഇതിൻ്റെ സാധാരണ ഇതിൻ്റെ വാറണ്ടി കാർഡും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, ഈ സൈഡിലാണ് ഇതിൻ്റെ ചാർജറുള്ളത്. ഇതിൻ്റെ ചാർജർ കേബിളും ഇതിൻ്റെ വയറും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ഇത്രയേ ഉള്ളൂ. ആക്ച്വലി ഈ ബോക്സിന് തന്നെ നല്ലൊരു വെയിറ്റ് ഉണ്ട്. അതല്ലാതെ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാനത് നോക്കുന്നില്ല, കാരണം ഞാൻ റിവ്യൂസിലൊക്കെ കണ്ടതാണ്. അത് വേറെ ഒന്നും കാണില്ലെന്ന് അറിയാം. ഇത് മാറ്റി വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ഇത് തുറന്ന് നോക്കാം. ഈ ലാപ്ടോപ്പിന് ഒരു 2 kg വെയിറ്റ് വരും. 2.1 kg ആണ് ഇത് ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇതിൻ്റെ പുറത്തൊരു മെറ്റാലിക് ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത്. കാണാനൊരു ഇത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഒരു ഗ്രേഡിയൻറ്റ് മാതിരി 2 ഷെയ്ഡ്സ് അറിയാനുണ്ട്. പിന്നെ ഇത് Asusന്റെ റിപ്പബ്ലിക് ഓഫ് ഗെയിമേഴ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ലോഗോ ആണ്, ROG ലോഗോ ആണ്. ഇത് ലാപ്ടോപ്പ് ഓൺ ആയി കഴിയുമ്പം ഇത് ആക്ച്വലി ഒരു റെഡിഷ് ഓറഞ്ച് കളറായിട്ട് ഇലുമിനേറ്റഡ് ആയിട്ട് വരും. പിന്നെ ഇതിൻ്റെ ഈ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് A 3.1 USB പോർട്ടുകളാണുള്ളത്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതിൻ്റെ ഒരു പവർ കേബിൾ സ്ലോട്ടും ഉണ്ട്, ഒരു ലാൻ പോർട്ട് ഉണ്ട്, ഒരു HDMI 2.0 പോർട്ടുണ്ട്, ഒരു ടൈപ്പ് A 3.1 USB പോർട്ടുണ്ട്, ഒരു ടൈപ്പ് C 3.1 പോർട്ടുണ്ട്, പിന്നെ അതിൻ്റെ റേഡിയോ ജാക്ക് സ്ലോട്ടും ഉണ്ട്. ഇന്നത്തെ ഓൾമോസ്റ്റ് എല്ലാ ലാപ്ടോപ്പിലും കണ്ടുവരുന്ന മാതിരി ഇതൊരു ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് ആണ്. നിങ്ങൾക്ക് മേലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം. പിന്നെ അതുപോലെ തന്നെ ഇതിനൊരു ഡിസ്ക് ഡ്രൈവ് ഇല്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല. പിന്നെ അതിൻ്റെ ബാക്കിൽ ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ്. പക്ഷേങ്കിൽ ചീപ്പ് പ്ലാസ്റ്റിക് അല്ല, നമുക്കൊരു എന്താ പറയുക, ഒരു പ്രീമിയം ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക് തന്നെയാണ്. പിന്നെ ഇവിടെ ഈ 2 ഫുഡ് റെസ്റ്റുകളുള്ള ഒരു നല്ലൊരു ഫീച്ചർ തന്നെയാണ്. നമ്മുടെ ടേബിളിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു എലിവേറ്റഡ് പൊസിഷനിൽ നമുക്ക് ഇരുന്ന് ടൈപ്പ് ചെയ്യാനൊക്കെ പറ്റും. നമുക്കപ്പോൾ ഇതിനി തുറന്നു നോക്കാം.
തുറക്കുമ്പോൾ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഉണ്ട്, നമുക്ക് മാറ്റി വെക്കാം. നിങ്ങളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 15.6 ഇഞ്ച് സ്ക്രീനാണ്. ഏറ്റവും നോട്ടീസബിൾ ആയിട്ടുള്ള മിസ്സിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ വെബ് ക്യാമില്ല. നമുക്ക് വെബ് ക്യാം ആവശ്യമില്ല ആക്ച്വലി. പിന്നെ അതുമാതിരി തന്നെ 81% സ്ക്രീൻ ടു ഈ ബോഡി റേഷ്യോ ആണുള്ളത്. പിന്നെ ചിക്ലെറ്റ് കീപാഡുകളാണ് ഇത് മൊത്തം. ഇത് RGB ലൈറ്റിംഗ് ഇല്ല, ഇതിന് വൈറ്റ് ലൈറ്റിംഗ് ആണ്. ബാക്ക്ലിറ്റ് ആണ്, പക്ഷേങ്കിൽ വൈറ്റ് ലൈറ്റ് ആണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഇവിടെ മേളിലാണുള്ളത്. ഇതിൻ്റെ മൈക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ആണുള്ളത്. ഇതിൻ്റെ ട്രാക്ക് പാഡും റിവ്യൂ കണ്ടിടത്തോളം ആവശ്യത്തിന് എന്താ പറയുക ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ലാപ്ടോപ്പിൽ വരുന്നത് AMD Ryzen 7 3750H ക്വാഡ് കോർ പ്രൊസസ്സറാണ്. 4 കോറും 8 ത്രെഡും ഉള്ള പ്രൊസസ്സറാണ്. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് 2.3 GHz ആണ്. അപ് ടു 4 GHz വരെ ഇത് ടർബോ ബൂസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് 16 GB DDR4 RAM ആണ്. ആ 16 GB 6 GB ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് മെമ്മറിയാണ്. പിന്നെ ഇതിൻ്റെ ഈ ലോഗോ കാണുന്ന മാതിരി NVIDIA GTX 1660 Ti Max Q GPU ആണ് ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ സ്ക്രീന് ഓൾമോസ്റ്റ് അല്ല 120 Hz റിഫ്രഷ് റേറ്റ് ആണ് ഇതിൻ്റെ സ്ക്രീനിൻ്റെ ഉള്ളത്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കിയിട്ട് കാണാം. Mission accomplished. You're all linked up. Now we have some important setup to do. You'll need to select accept to use Type your email address or phone number, then follow the. ഇപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ സെറ്റപ്പ് എല്ലാം കഴിഞ്ഞു. ഇപ്പം ഇതാണ് ലാൻഡ് ചെയ്തേക്കുന്ന സ്ക്രീന്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി ഇത് ടച്ച് സ്ക്രീൻ അല്ല, നമുക്ക് ടച്ച് സ്ക്രീനിൻ്റെ ആവശ്യമില്ല. ഇത് Windows 10 പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. ഇതിനകത്ത് MS Office വരുന്നില്ല. അതുപോലെ തന്നെ മുന്നേ പറഞ്ഞ പോലെ ഇതൊരു 15.6 ഇഞ്ച് സ്ക്രീനാണ്. ഇത് 1080p റെസൊല്യൂഷനാണ് ഇതിൻ്റെ. പിന്നെ ഇന്നത്തെ അവർ പറയുന്നത് ഫുൾ HD IPS ലെവൽ സ്ക്രീൻ ആണെന്നാണ്. IPS ലെവൽ സ്ക്രീനാണ്, IPS സ്ക്രീൻ ആണോ എന്നറിയില്ല. എന്തായാലും റിവ്യൂ വായിച്ചിടത്തോളം ഇതിൽ സ്ക്രീൻ ഡിസ്പ്ലേയിൽ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് ബാക്കിയുള്ള ലാപ്ടോപ്സിനെ ഇതിൻ്റെ ഹയർ എൻഡ് വേരിയൻസിനെ വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ നമുക്ക് എഡിറ്റിങ്ങിന് ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ആ ലെവലിലുള്ള റെസൊല്യൂഷനൊക്കെ ഈ ലാപ്ടോപ്പ് പ്രൊവൈഡ് ചെയ്യും. ഈ ലാപ്ടോപ്പിൻ്റെ 2 വേരിയൻസ് ആണ് വരുന്നത്. ഒന്ന് 60 Hz, ഒന്ന് 120 Hz. ഇത് 120 Hz വേരിയൻ്റ് ആണ്. 60 Hz ഇതിലും ഇച്ചിരി വില കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ ആ ഓപ്ഷൻ കണ്ടില്ല ഫ്ലിപ്കാർട്ടിൽ മേടിക്കുന്ന സമയത്ത്. പിന്നെ ഇതിൻ്റെ ഈ ലിഡ് പാനൽ എന്ന് പറയുന്നത് ഇച്ചിരി എനിക്കൊരു ഫ്ലിംസി ആയിട്ട് തോന്നുന്നുണ്ട്. അത് അറിഞ്ഞുകൊണ്ടാണോ അത് ബൈ ഡിസൈൻ ആണോ എന്ന് അറിയില്ല. പക്ഷേ ഇത് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇച്ചിരി സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ വൈഫൈ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല, കണക്റ്റഡ് ആണ്. പക്ഷേങ്കിൽ ഞാനൊന്നും ബ്രൗസ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ റിവ്യൂ വായിച്ചിടത്തോളം ഇതിൻ്റെ വൈഫൈക്ക് കുറച്ച് പോരായ്മകളുണ്ട്. നമ്മൾ റൗട്ടറിൻ്റെ ഒക്കെ ഭയങ്കര അടുത്തായിട്ട് ക്ലോസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിന് നെറ്റ്വർക്ക് പിടിക്കുകയുള്ളൂ എന്ന് ഞാൻ കുറച്ച് റിവ്യൂസ് വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇത് ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു വാല്യൂ ഫോർ മണി ലാപ്ടോപ്പായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഞാനിത് ആക്ച്വലി കമ്പയർ ചെയ്തത് മാക്ബുക്ക് പ്രോ ആയിട്ടാണ്. ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുന്നത് AMD Ryzen 7 പ്രൊസസ്സറാണ്. അത് 3750H ഇതാണ്. ആപ്പിൾ മാക്ബുക്ക് പ്രോയിൻ്റെ 9750H എങ്ങാണ്ടാണ്. ഞാനത് കുറേ ബെഞ്ച് മാർക്കിംഗ് സൈറ്റ്സ് ഉണ്ടല്ലോ ഓൺലൈൻ, അതെല്ലാം കമ്പയർ ചെയ്ത് നോക്കിയപ്പം ഒരു ഓബ്വിയസ്ലി ഇത് എന്താ പറയുക സെക്കൻഡ് പ്ലേസോ തേർഡ് പ്ലേസിലോ ഒക്കെ ആയിട്ടാണ് വരുന്നത് മാക്ബുക്ക് പ്രോയിൻ്റെ തന്നെ പല വേർഷൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെങ്കിൽ ആ മാക്ബുക്ക് പ്രോ ലാപ്ടോപ്പിന് ഓൾമോസ്റ്റ് 2 lakh ആണ് അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഇതിന് 82,000 ആണ്. 1.25 ലക്ഷം രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് ഈ 2 ലാപ്ടോപ്പുകൾ തമ്മിൽ. അത് അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഇതൊരു ബെറ്റർ വാല്യൂ ഫോർ മണി ഓപ്ഷൻ ആണ് തോന്നി. ഒബ്വിയസ്ലി ഒരു മാക് ആകുമ്പോൾ അതിൻ്റെ റെറ്റിന ഡിസ്പ്ലേയും അതിൻ്റെ ആ ടച്ച് ബാറും അങ്ങനെയുള്ള പല അഡീഷണൽ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. അതൊന്നും ഇതിൽ വരുന്നില്ല. പക്ഷേങ്കിൽ നമുക്ക് എന്താ പറയുക യൂസ് ചെയ്തിട്ട് ഡിസ്കാർഡ് ചെയ്യാനുള്ളതാണ് ഇന്നത്തെ കാലത്തെ ടെക്നോളജി. ഇത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി ഹൈ എൻഡ് ലാപ്ടോപ്പാണ്. പക്ഷേങ്കിൽ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞങ്ങളുടെ പഴയ ലാപ്ടോപ്പ് കൊണ്ട് എഡിറ്റിംഗ് ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ ഒരു ലാപ്ടോപ്പ് മേടിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു അൺബോക്സിങ് വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് പുറമെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഷെയർ ചെയ്യുക, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.
പിന്നെ ഞങ്ങൾ തുടങ്ങിയതൊരു കാർ റിവ്യൂ വീഡിയോയിലും ഇതൊരു ലാപ്ടോപ്പിൻ്റെ അൺബോക്സിങ്ങും ആയിരുന്നു എന്നറിയാം. പക്ഷേങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ കുറച്ചുകൂടെ വ്യത്യസ്തമായ കോണ്ടൻറ്റ് നിങ്ങളെ മുന്നിലെത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതെ, ഈ പറഞ്ഞ പോലെ തന്നെ കൂടുതലും ട്രാവൽ വ്ളോഗ്സും ഫുഡ് റിവ്യൂസും ഒക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയ കാരണം പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഇനി അൺലോക്കൊക്കെ ആയ കാരണം നമുക്ക് ഇനി അങ്ങനത്തെ വീഡിയോസൊക്കെ പറ്റും. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വരുന്നവരെ ബൈ.